സ്മാർട്ട് ക്രിയേഷൻസിലാണ് ഇപ്പോൾ വിശദമായ പരിശോധന നടക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. അവിടെ നിന്നുള്ള വിവരങ്ങളാണ്, ചെന്നൈയിൽ നിന്നുള്ള വിവരങ്ങളാണ് മനീഷ് മൂർത്തി നൽകുന്നത്. മനീഷ്, ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരിടമാണ് ഈ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറയുന്നത്. ശബരിമല ശ്രീകോവിലിന്റെ കട്ടിളപ്പാളികളും ദ്വാരപാലക ശില്പങ്ങളും ഉൾപ്പെടെ സ്വർണം പൊതിയുന്ന ജോലികൾക്കായി ദേവസ്വം ബോർഡ് കരാർ നൽകിയിരുന്ന സ്ഥാപനമാണല്ലോ ഇത്. അപ്പോൾ സ്വാഭാവികമായും ഇവിടെ വിശദമായി തന്നെ പരിശോധന നടത്തേണ്ടതുണ്ടാകും ഇഡിക്ക്. ഇപ്പോൾ ഇ ഡി ഉദ്യോഗസ്ഥരുടെ പരിശോധന ഇപ്പോഴും തുടരുകയാണോ? ഒപ്പം തന്നെ ബെല്ലാരിയിലും സമാനമായ രീതിയിലുള്ള പരിശോധന നടത്തുന്നുണ്ടല്ലോ. പ്രവിത, രാവിലെ 7 മണിയോടുകൂടിയാണ് പരിശോധന ആരംഭിച്ചത്. ഇത് ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രവിത സൂചിപ്പിച്ചതുപോലെ ഈ ശബരിമല കൊള്ളക്കേസുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ ഒരു ഇടം തന്നെയാണ് സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറയുന്നത്. കാരണം ഇവിടെ വെച്ചാണ് സ്വർണ്ണപ്പാളി ഉടുക്കുകയും മറ്റ് രൂപങ്ങളിലേക്ക് മാറ്റുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രധാനമായും ഇ ഡി പരിശോധിക്കുന്നത് ഇവർ തമ്മിലുള്ള, അതായത് ഉണ്ണികൃഷ്ണൻ പൊട്ടിയും ഈ സ്മാർട്ട് ക്രിയേഷൻസിലെ പങ്കജ് ഭണ്ഡാരി അതുപോലെ തന്നെ ഗോവർദ്ധൻ ഇവരുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ ഏതൊക്കെ തരത്തിലാണ്, വളരെ വേഗത്തിലാണ് സാമ്പത്തിക ഉയർച്ച ഇവർക്കെല്ലാം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിന്റെ കാരണങ്ങൾ, അതിന്റെ രേഖകൾ, അങ്ങനെയാണ് പരിശോധന തുടരുന്നത്. എന്തായാലും 5 മണിക്കൂർ പിന്നിടുന്നു, 6ാമത്തെ മണിക്കൂറിലേക്ക് കടക്കുന്ന പരിശോധന എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. പരിശോധന തുടരുക തന്നെയാണ്. ഇടയ്ക്ക് പുറത്തുള്ള ജീവനക്കാരെ അകത്തേക്ക് വിളിപ്പിച്ച് അവരിൽ നിന്നും വിവരങ്ങൾ ആരായുന്നുണ്ട്. ആ തരത്തിലുള്ള പരിശോധനകളെല്ലാം തന്നെ ഇ ഡി തുടരുകയാണ്. ഇവിടെ സ്മാർട്ട് ക്രിയേഷൻസിൽ, അമ്പത്തൂരിലെ സ്മാർട്ട് ക്രിയേഷൻസിലാണ് ഇപ്പോൾ പരിശോധന തുടരുന്നത്. മാത്രമല്ല, സമാനമായ രീതിയിൽ ബെല്ലാരിയിലുള്ള ഈ ഗോവർദ്ധന്റെ ജ്വല്ലറി, ഒഡും ജ്വല്ലറിയിലും അതുപോലെ തന്നെ ഗോവർദ്ധന്റെ വീട്ടിലും പരിശോധന നടക്കുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബംഗളൂരുവിലുള്ള വീട്ടിൽ പരിശോധന. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.